welcome to my YouTube channel. It's me, Aparna. ബറോസ് അടിപൊളി സൂപ്പർ പടം. 3D എന്ന് പറയുന്ന സമയത്ത് നല്ല 3D എഫക്റ്റ് തരുന്ന അടിപൊളി ഒരു 3D പടം. അടിപൊളി 3D പടം ഞാൻ മെൻഷൻ ചെയ്ത് പറയാം കേട്ടോ. കാരണം 3D നിങ്ങൾക്ക് നല്ലോണം കിട്ടുന്നുണ്ട്, 3D നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ 3D എലമെന്റ്സ് മാത്രമേ ആ മൂവിയിലുള്ളൂ. വേറെ സ്റ്റോറി ആണെങ്കിലോ അല്ലെങ്കിൽ സോങ്സ് ആണെങ്കിലോ ബാക്കിയൊന്നും നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അത്. ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണ്. ബിക്കോസ് അതിലെ കാസ്റ്റിങ് ഒന്ന് മലയാളികളെ കിട്ടാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇത് വേറൊരു ഭാഷയിലേക്ക് എങ്ങാനും ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ഡയലോഗ്സ് എല്ലാം മലയാളം, ലിപ്സിങ്ക് വരുന്നതും മലയാളത്തിൽ. ആ ലിപ്സിങ്ക് അതായത് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഡബിങ് ആണെങ്കിലും ലിപ്സിങ് ആണെങ്കിലും ഭയങ്കര ഇറിറ്റേറ്റിംഗ്. നമുക്കൊരു 3D കാണുന്ന സമയത്ത് അവരെ നമുക്ക് അടുത്ത് കാണാൻ വേണ്ടി പറ്റും അല്ലേ. പക്ഷേ 3D സൂപ്പർ ആയിട്ടുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടർ വന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്തെ അവരുടെ ലിപ്സിംഗ് ഇല്ലാത്തതും അവർക്ക് ഒരു മലയാളത്തിലെ ഡയലോഗ് ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതും ഒക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഭയങ്കര ഒരു അരോചകം, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി കുട്ടികളുടെ തന്നെ മേ ബി ഇതിന്റെ ബറോസിന് റിവ്യൂ എടുക്കേണ്ടി വരും കേട്ടോ. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര ലാഗ് അടുപ്പിച്ചാണ് കൊണ്ടുപോയത്. ഒരു ഹോളിവുഡ് പടം ഒരു 1.5 മണിക്കൂറിൽ എൻഡ് ചെയ്യുന്ന രീതിക്ക് എൻഡ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തേനെ. ഇത് ഒരു 2 മണിക്കൂർ 35 മിനിറ്റാണ് ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ 2 മണിക്കൂർ 35 മിനിറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി, പടം തീരുന്നില്ലേ എന്നൊക്കെ തോന്നുന്നൊരു ആ എഫക്റ്റിലാണ് തിയേറ്റർ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ലാഗ് അടുപ്പിച്ച്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. സെക്കൻഡ് ഹാഫിലൊന്നുമില്ല. എന്താണ് കൊണ്ടുവച്ച് കഥ എങ്ങനെയെങ്കിലും എൻഡ് ചെയ്യണമല്ലോ. ആ എൻഡ് ചെയ്യിപ്പിച്ചു. അത്ര മാത്രമേ നടന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ നല്ല ലാഗ് അടുപ്പിച്ച് ഉറക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്ത് പല പിള്ളേരും തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. നമ്മൾ ലാസ്റ്റ് സിനിമ എൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് എല്ലാ പാരൻസും അവർ എടുത്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. ഫാന്റസി മൂവികൾ നമ്മൾ വേറെ അതർ ലാംഗ്വേജിൻ്റെ ആണെങ്കിലും ഫാന്റസി മൂവികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊന്നും അല്ലാണ്ടായിട്ട്. പിന്നെ 3D ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. 3D ഭയങ്കര പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഡയലോഗ്സ് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് അതിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടനെ ഒരു പടം ഡയറക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഡിയൻസിന് 1% ഇന്ന് എക്സ്പെക്ട് ചെയ്തൂടെ? ആ എക്സ്പെക്ടേഷൻ വേണ്ടിയാണ് തിയേറ്ററിൽ പോയത്. പക്ഷേ ആ ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് ഫുൾഫിൽ ആയില്ല. ആ ഒരു 1% എക്സ്പെക്ടേഷൻ എനിക്കത് ഒരു ഹാപ്പി എന്തെങ്കിലും ഒരു ഹാപ്പി ആയി നമുക്ക് തിയേറ്ററിൽ നിന്ന് പടം സൂപ്പറാന്ന് പറഞ്ഞൊരു ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ ഒരു മൂവി ആയിരുന്നില്ല. എൻ്റെ മൂവി 3D ആണ്. അത് 3D പക്കയായി ചെയ്തിട്ടുണ്ട്. 3Dയിൽ അവർ 100% നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് സ്റ്റോറിയും കുറച്ച് കാസ്റ്റിങ്ങും പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സെറ്റപ്പ് അതൊരു നാടകത്തിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനം കൂടെയായിട്ട് 3D മാത്രമേ എനിക്കതിൽ ഇഷ്ടപ്പെട്ടുള്ളൂ. വേറെ ഒന്നും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ നടന്നത്? ഇപ്പോൾ ഡയലോഗ് ആണെങ്കിലും കാസ്റ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ആർട്ട് വർക്ക് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ഇതിലൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷനേ കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾ ബറോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യും കേട്ടോ.